നമ്മളിന്ന് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു എന്നതാണ് ഒരു പ്രത്യേകത. കേരളമെന്നാൽ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയാകർഷിക്കാൻ കഴിഞ്ഞ ഒരു നാടായി ഇതിനോടകം വളരാനായി എന്നതാണ് നമ്മുടെ പ്രത്യേകത. രാജ്യത്തിന് മാതൃകയാണ് കേരളം എന്ന് പറയാറുണ്ട്. രാജ്യത്തിന് മാത്രമല്ല, ചില രംഗങ്ങളിലെങ്കിലും ലോകത്തിന് തന്നെ വഴികാട്ടാൻ നമുക്കാവുന്നു എന്നതും കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന ഒരു വാർത്ത നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ശിശുമരണ നിരക്കിൽ കേരളം അമേരിക്കയെ പുറകിലാക്കി എന്നതാണ് വാർത്ത. ഏതമേരിക്ക? ലോക മുതലാളിത്തത്തിൻ്റെ പറുദീസ എന്നറിയപ്പെടുന്ന അമേരിക്ക. മുതലാളിത്ത വളർച്ചയുടെയും വികസനത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും ആഡംബരത്തിൻ്റെയും എല്ലാം അവസാന വാക്കായി പരിഗണിക്കപ്പെടുന്ന അമേരിക്കൻ ഐക്യനാടുകളെ നമ്മുടെ നാട് കേരളം ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ പുറകിലാക്കി എന്നതാണ് വാർത്ത. എന്താണ് ഈ ശിശുമരണ നിരക്ക്? ഇപ്പോൾ വിവിധ രാജ്യങ്ങളുടെ സാമൂഹ്യ വളർച്ചാ നിലവാരം പരിശോധിക്കുന്നതിൻ്റെ സുപ്രധാനമായ ഒരു മാനദണ്ഡമായി പരിഗണിക്കുന്നത് ശിശുമരണ നിരക്കാണ്. ശിശുമരണ നിരക്കെന്ന് പറഞ്ഞാൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ എത്ര പേർ മരിക്കുന്നു എന്നല്ല, മറിച്ച് 1000 കുഞ്ഞുങ്ങൾ ജനിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സ് ആകുമ്പോൾ, 1-ാം പിറന്നാൾ ആകുമ്പോൾ അതിനിടയിൽ എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു, അതാണ് ശിശുമരണ നിരക്ക്. നമ്മുടെ രാജ്യത്തിൻ്റെ ശിശുമരണ നിരക്ക് 25ആണ്. 1000 കുഞ്ഞുങ്ങൾ ഇന്ത്യയിൽ ജനിക്കുമ്പോൾ 1 വയസ്സ് തികയുന്നതിന് മുൻപ് അതിൽ 25 കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നതാണ് ശരാശരി കണക്ക്. കേരളം ഏറ്റവും ഒടുവിലത്തെ ആധികാരികമായ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക് 5ആണ്. 5. ഇന്ത്യയിൽ 25 കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ കേരളത്തിൽ അത് 5ആണ്. അമേരിക്കയിൽ അത് ഏതാണ്ട് 6ആണ്. അതാണ് പ്രത്യേകത. അതുകൊണ്ട് അമേരിക്കയുടെയും മുന്നിൽ നമ്മളെത്തി. അതാണ് വാർത്ത. സത്യം പറഞ്ഞാൽ എത്രമാത്രം അഭിമാനകരമാണ്. ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ അമേരിക്കൻ ഐക്യനാടുകളെ പുറകിലാക്കാൻ കഴിഞ്ഞ ഒരു നാട് കേരളം. ആഘോഷപൂർവ്വം കൊണ്ടാടപ്പെടേണ്ട, പതാകകളുടെ നിറഭേദങ്ങൾക്ക് പുറത്ത് ഈ നാടാകെ ഒരേ മനസ്സോടെ ഉത്സവാന്തരീക്ഷത്തിൽ ആഘോഷിക്കേണ്ട ഒരു വാർത്തയാണ്. പക്ഷെ ചില മാധ്യമങ്ങളിൽ ആ വാർത്ത കാണണമെങ്കിൽ ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം. വളരെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ചെറുതായിട്ടാണ്.